ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗിനേഴ്സ് മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ നമ്മുടെ ഐ മേക്കപ്പ് കാണിക്കാനായിട്ടാണ്. ബിഗിനേഴ്സ് എങ്ങനെ വേണം ഐ ഷാഡോയും ഒരു ഐലൈനർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് എന്നുള്ളതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ കാജൽ എഴുതുന്നതെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഐബ്രോ ഫില്ലിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡാണ് ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കാണുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐ ഷാഡോ പാലറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏത് ഐ ഷാഡോ പാലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. നൈക്കയുടെ ഐ ഷാഡോ പാലറ്റ്സൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ്. ഇതിനകത്ത് കുറേയൊക്കെ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മേടിക്കും. ഞാനൊരു ബ്രാൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിക്കാവുന്നതാണ്. ഐ ഷാഡോസൊക്കെ ഒരിക്കലും ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമൊന്നും അല്ല ഐ ഷാഡോ ഒരു ബിഗിനർ എന്ന നിലയിൽ. പിന്നെ ബിഗിനേഴ്സ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഐ ഷാഡോ മസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. താല്പര്യമുള്ളവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാം. പിന്നെ ഞാൻ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിനകത്ത് ഐ ഷാഡോ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, കാരണം അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. പിന്നെ ഐ ഷാഡോ വെച്ചിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ഞാൻ ചെയ്ത് കാണിക്കാൻ കരുതി, കാരണം ഐ ഷാഡോ വെച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഐ ഷാഡോ യൂസ് ചെയ്യണം. അപ്പോൾ അതിനിടെ ഞാനൊരു അതിനായിട്ട് ഞാനൊരു ബഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് തന്നെ ജസ്റ്റ് താഴെയും കൂടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ ഈ ഐ ഷാഡോ ഫില്ല് ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പം നമ്മൾ ഐ ഷാഡോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐലൈനർ പെന്നാണ് കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ പെന്ന് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാലൊക്കെ ഇട്ട് എഴുതാനൊക്കെ പറ്റും. നമ്മൾ ഐലൈനർ യൂസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഒരു രീതിയിൽ, ഒരെണ്ണം വേറൊരു രീതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ പെന്നാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരച്ച് പോയിൻ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് പെന്നാണ്. അപ്പോൾ ബിഗിനേഴ്സ് കൂടുതലായിട്ടും പെന്ന് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും പെന്ന് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനർ പെന്നായി ബ്ലൂ ഹെവൻ്റെ. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിളാണ്, എങ്ങും അഴുകിയൊന്നും ഇല്ല. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ബ്ലൂ ഹെവൻ്റേത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ എൻഡ് ഭാഗം നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അത് വെച്ച് ഈ വാലൊക്കെ എഴുതുമ്പോഴത്തേക്കിന് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ആദ്യം ഞാനിവിടെ ഒരു വാലിട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ ഈ ഇത്രയും പോർഷനിൽ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതേപോലെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് വാലിട്ട് എഴുതാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഐലൈനർ. ഇപ്പോൾ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഹാഫ് പോർഷൻ ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നന്നായി. നമ്മുടെ കണ്ണിന് കുറച്ചുകൂടെ ഒരു വലിപ്പമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു മെത്തേഡാണിത്. കുഞ്ഞിക്കണ്ണുള്ളവർക്കൊക്കെ ഈ ഒന്ന് വാലിട്ടിട്ട് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ താഴെ എഴുതാൻ താല്പര്യമുള്ളവരാണ് ജസ്റ്റ് താഴെ ഈ ഒരു ഭാഗം ഇവിടെ വരെയും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു പറയുന്നത് ഫുള്ളായിട്ട് എഴുതുമ്പം കണ്ണ് കുറച്ചും കൂടെ ഒന്ന് ചേർത്തായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേക്കിന് കുറച്ചൊരു വലിപ്പം തോന്നുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇനിയും നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെതും ലിപ്പിൽ എങ്ങനെ ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്യാം, ലിപ് ബാം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.